നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്ഥിരീകരിക്കുന്ന കൊറോണ കേസുകളിൽ ഒട്ടുമിക്കതും വിദേശികളെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്നലെ കുവൈറ്റിൽ 28 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 317 ഉയർന്നു. അങ്ങനെ ബുധനാഴ്ച മാത്രം രോഗം സ്ഥിരീകരിച്ചവരിൽ 20 ഇന്ത്യൻ പ്രവാസികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം പുലർത്തിയവരാണ് ഇവരെന്നാണ് ലഭ്യമാകുന്ന വിവരം. 2 പേർ അടുത്തിടെ നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. 2 പേർക്ക് രോഗം പകർന്നത് എവിടെ നിന്നാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല. ഇതോടൊപ്പം ബ്രിട്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ കുവൈറ്റ് പൗരനും നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം പുലർത്തിയ 2 ബംഗ്ലാദേശ് പൗരന്മാർക്കും 1 നേപ്പാൾ പൗരനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബുധനാഴ്ച 7 പേർ ഇതിനോടകം തന്നെ കുവൈറ്റിൽ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആകെ 80 പേർക്കാണ് ഇതുവരെ രോഗം ഭേദമായത്. നിലവിൽ 237 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 14 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഒപ്പം ബഹ്റൈനിൽ ഇന്നലെ സ്ഥിരീകരിച്ച 52 പേരിൽ 48 പേരും വിദേശികളാണെന്നാണ് റിപ്പോർട്ട്. ഒപ്പം ഏറെ നിർണായകമാകുന്ന ദൈറ നായിഫ് ഉൾപ്പെടുന്ന അൽറാസ് ഏരിയയിൽ COVID-19 അണുനശീകരണ യജ്ഞം ഊർജിതമായി തുടർന്നു. ഇന്നലെ മുതൽ 2 ആഴ്ചത്തേക്ക് ഈ പ്രദേശങ്ങൾ പൂർണ്ണ ലോക്ക്ഡൌണിലാണ്. ദുബായ് ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പോലീസും നേരിട്ടാണ് ഇവിടെ ഈ യജ്ഞത്തിന് നേതൃത്വം നൽകി വരുന്നത്. ഇവിടങ്ങളിലെ കെട്ടിടങ്ങൾ അണുനശീകരണം നടത്തുകയും താമസക്കാരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി വരികയുമാണ്. ഓരോ കെട്ടിടത്തിൽ നിന്നും ആളുകളെ പുറത്തിറക്കി നിശ്ചിതാകലത്തിൽ വരിവരിയായി നിർത്തിയാണ് ആരോഗ്യ പരിശോധന നടത്തി വരുന്നത്. ആദ്യം പനിയുണ്ടോ എന്ന് പരിശോധിക്കും. ഉണ്ടെങ്കിൽ ബസ്സിൽ കയറ്റി കൂടുതൽ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മലയാളികളടക്കം ആയിരക്കണക്കിന് ഇന്ത്യക്കാരും ആഫ്രിക്ക, ചൈന ഉൾപ്പെടെയുള്ള മറ്റു ദേശ രാജ്യങ്ങളിലുള്ളവരും തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണിത്. നായിഫ് ഏരിയയിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. കൂടുതലും കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലക്കാരാണ് ഇവിടെയുള്ളത്. മിക്കവരും ചെറുകിട ബിസിനസ്സുകാരും ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമാണ്. ഒപ്പം മലയാളികൾ ഭൂരിഭാഗമുള്ള നായിഫ് സൂഖും ഇവിടെയാണ്. കാസർകോട്ടെ COVID-19 വാഹകനായ വ്യക്തി ബിസിനസ് ആവശ്യാർത്ഥം ദുബായിലെത്തിയാൽ താമസിക്കാറ് നായിഫിലാണ്. ഇതിനാലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയത്. ഇദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്നവരെ നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. തുടർന്ന് ഇവരുമായും മറ്റും ഇടപഴകിയ ഒട്ടേറെ പേരെയും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി. ഒരു ഫ്ളാറ്റിൽ 15ലേറെ പേർ താമസിക്കുന്നത് കൊണ്ട് പകർച്ചവ്യാധികൾ വന്നാൽ പരക്കാൻ ഏറെ സാധ്യതയുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ദുബായ് ആരോഗ്യ വകുപ്പ് വളരെ പ്രാധാന്യത്തോടെയാണ് ഈ ഏരിയ ഇപ്പോൾ കൈകാര്യം ചെയ്തു വരുന്നത്. ഇവരുമായി സഹകരിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി ഇങ്ങനെ പറയുകയുണ്ടായി. അബുദാബി ആസ്ഥാനമായുള്ള മെഡിയോർ, ദുബായ് ആസ്ഥാനമായുള്ള ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്നിവരും സഹകരണം നൽകി വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.